ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. പ്രാപ്പോയിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മഹാത്മാ കുടുംബ സംഗമം DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് ഉദ്ഘാടനം ചെയ്തു. മുൻ KPCC അംഗം വി കൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പ്രാപ്പോയിൽ വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് TM പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. DCC നിർവാഹക സമിതി അംഗങ്ങളായ തങ്കച്ചൻ കാവാലം, M ബാലകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നുമൽ, നേതാക്കളായ TV ജനാർദ്ദനൻ, PP ബാലകൃഷ്ണൻ, ഉഷ മുരളി, പ്രണവ് കരാള, M രാഹുൽ, M അമൽദേവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമ്മുടേത് മാത്രം ഗാന്ധിയുടെ പിന്മുറക്കാര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ്. മറ്റെല്ലാവരും ഇന്നലകളിൽ ഗാന്ധിയെ അപമാനിക്കാനും ഗാന്ധിയെ മോശമാക്കാനും ശ്രമിച്ചവരാണ്. ഗാന്ധി ഈ രാജ്യത്തെ മാന്തി പുണ്ണാക്കിയ ആളാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ ഭാഷയിൽ പറഞ്ഞപ്പോൾ BJP-കാരൻ പറഞ്ഞത് ഈ രാജ്യത്തെ വെട്ടിമുറിച്ച ആളാണ് ഗാന്ധി എന്നാണ്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഈ രാജ്യത്തിലെ പുതുതലമുറയെ അടിച്ചേൽപ്പിക്കാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ചരിത്ര നിഷേധം നടത്തി പുതിയ ചരിത്രം എഴുതി പിടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഗാന്ധിയെയും നമുക്ക് ഈ സമൂഹത്തിൽ വീണ്ടും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്താനും ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നടപ്പിലാക്കാനും ഇന്നത്തെ ദിവസം തെരഞ്ഞെടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം തെരഞ്ഞെടുത്തത് ഗാന്ധിയൻ ഓർമ്മകൾ നിലനിൽക്കണം എന്നതിന്റെ ഭാഗമായിട്ടാണ്. ഗാന്ധിയെ ആര് വിസ്മൃതിയിലേക്ക് ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോ ഈ വിഷയത്തെ സംബന്ധിച്ച് ഞാൻ എന്തിനാണ് സംസാരിക്കുന്നത് ചോദിച്ചാൽ, ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്നുള്ളത് ഗാന്ധിയുടെ സ്വപ്നമാണ്. ഗ്രാമസ്വരാജ് എന്ന് പറയുന്നത് ഗാന്ധിയുടെ ചിന്തയാണ്. അർഹതപ്പെട്ടവന്റെ കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചേരുക എന്നുള്ളത് ഒരു നയാ പൈസ പോലും അഴിമതിപ്പണമായി ഈ രാജ്യത്തിനകത്ത് സാധാരണക്കാരന് ലഭിക്കേണ്ടത് മാറിപ്പോകരുത് എന്നുള്ള വലിയ ലക്ഷ്യമാണ് ഇതിന്റെ പിറകിലെങ്കിൽ ആ ത്രിതല പഞ്ചായത്ത് ഭരണ സംവിധാനം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ കൃത്യമായി പഞ്ചായത്തുകൾക്ക് നൽകേണ്ടുന്ന ഫണ്ട് നൽകുന്നില്ല എന്നുള്ളത് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർവ്വസ്ഥിതിയിൽ നടക്കുന്നത് പോലെ നടപ്പിലാക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നിട്ടുണ്ട്. 3-4 ഗഡുക്കളായി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ പണം ചെലവഴിക്കാൻ വേണ്ടി നൽകേണ്ടതിടത്ത് 2 ഗഡു പോലും അനുവദിച്ച് നാടിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ താറുമാറാക്കുക. അത് പഞ്ചായത്ത് സംവിധാനത്തെ തകിടം മറിക്കലാണ്. പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ ഫണ്ട് കൊടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല. സർക്കാർ സാമ്പത്തികമായി പാപ്പർ സൂട്ടായതുകൊണ്ട് താഴെത്തട്ടിൽ സാധാരണക്കാരന് ലഭിക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ താഴെത്തട്ടുകളുടെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് വിനിയോഗിക്കേണ്ടുന്ന ഫണ്ടുകൾ ലഭിക്കാതാകുമ്പോൾ പ്രയാസം അനുഭവിക്കുന്നത് സാധാരണക്കാരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ ഭരിക്കുന്ന ആളുകൾക്ക് സാധിക്കണം. ചെറുകിട പഞ്ചായത്ത് ഭരിക്കുന്ന ഉത്തരവാദിപ്പെട്ട ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി കേരള സംസ്ഥാനത്തെ സർക്കാർ അനുവദിക്കേണ്ടുന്ന ഫണ്ട് ഇതുവരെ അനുവദിച്ചില്ല എന്ന് ജനങ്ങളോട് പറയാൻ തയ്യാറാകില്ല. കാരണം അവർക്ക് അവരുടെ സർക്കാരിനെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സർക്കാർ കാണിക്കുന്ന ഉപദ്രവകരമായ സമീപനത്തെ തുറന്നു കാണിക്കാൻ അവർക്ക് രാഷ്ട്രീയപരമായി സാധ്യമല്ല. പക്ഷെ നമുക്കതിന് സാധിക്കും. കാരണം ഗാന്ധിയുടെ സ്വപ്നമായ ഗ്രാമസ്വരാജ്യം നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. ശ്രീമൻ രാജീവ് ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ ഗ്രാമസ്വരാജ് പാസ്സാക്കിയെടുക്കുന്നതിന് വേണ്ടി നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കുകയും രാജ്യസഭക്കകത്ത് അദ്ദേഹത്തെ അത് വിജയിപ്പിക്കാൻ സാധിക്കാതെ പോവുകയും PV നരസിംഹറാവു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ രാജ്യസഭക്കകത്ത് അത് പാസ്സാക്കി നിയമമാക്കുകയും ചെയ്തതിനു ശേഷം ത്രിതല പഞ്ചായത്ത് സംവിധാനം ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഈ രാജ്യത്തിനകത്തുണ്ട്. അതിനെല്ലാം വേണ്ടുന്ന വികസന ഫണ്ടുകൾ കേന്ദ്ര സർക്കാർ ഓരോ ബജറ്റിലും മാറ്റിവെക്കുന്നു. ആ മാറ്റിവെച്ച തുക മുഴുവൻ ഈ സംസ്ഥാന ഗവൺമെന്റിന് കൈമാറുന്നു. സംസ്ഥാന ഗവൺമെന്റ് താഴെത്തട്ടുള്ള പഞ്ചായത്തുകൾക്ക്, ജില്ലാ പഞ്ചായത്തുകൾക്ക്, ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് വിതരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ആ ഫണ്ട് പോലും വിതരണം ചെയ്യാൻ സാധിക്കാതെ ആ ഫണ്ടുകളെല്ലാം വകമാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. പറയുന്നത് അതെല്ലാം വെട്ടിപ്പൊളിച്ച ആളുകൾ നന്നാക്കി തരും എന്നുള്ളതാണെങ്കിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്നും കരാറെടുത്ത് ഈ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ച ആളുകൾ ഇപ്പൊ പറയുന്നത് ഞങ്ങൾക്ക്
ജൽജീവൻ മിഷന്റെ പൈപ്പ് ലൈൻ ഇട്ടതുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുണ്ട്. ആ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക ലഭിക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. ആരാ ഫണ്ട് കൊടുക്കേണ്ടത്? വാട്ടർ അതോറിറ്റിക്ക് കൊടുക്കേണ്ടുന്ന ഫണ്ടും സംസ്ഥാന സർക്കാർ കൊടുക്കുന്നില്ല, കരാറുകാർക്ക് കൊടുക്കേണ്ടുന്ന ഫണ്ട് കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ സംസ്ഥാനത്തെ റോഡുകൾ നന്നാക്കി എടുക്കാൻ സാധിക്കും? നിയമസഭക്കകത്ത് മന്ത്രി പറയുന്നത് അതെല്ലാം വാട്ടർ അതോറിറ്റി ഏൽപ്പിച്ച കരാറുകാർ ചെയ്തു തീർക്കുമെന്നാണെങ്കിൽ ഒരു കരാറുകാരനും അത് ചെയ്തു തീർക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പോൾ റോഡുകൾ തകർന്നു കിടക്കും. വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല. ലൈഫ് ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആകെ താളം തെറ്റിയിരിക്കുന്നു. പുതിയ ഗുണഭോക്തൃ ലിസ്റ്റിൽപ്പെട്ട ആളുകളെ എടുക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നില്ല. അങ്ങനെ പഞ്ചായത്തിന്റെ പൊതുവികസന പ്രവർത്തനങ്ങളിലെല്ലാം പരാജയപ്പെട്ട ഒരു സർക്കാരും പരാജയപ്പെട്ട പഞ്ചായത്തുകളുമാണ്. ഇപ്പോഴെന്താണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികളെ വിളിച്ച് അവരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ തൊഴിൽ സംരക്ഷണം എന്നതിന്റെ പേരിൽ ഈ സംസ്ഥാനത്താകെ സമ്മേളനം നടത്തുകയാണ്. ഗാന്ധിജി ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിന് മുമ്പ് ആദ്യമായി ദക്ഷിണാഫ്രിക്കയിലാണ് പ്രവർത്തനം നടത്തിയത്. ഇരുണ്ട രാജ്യം എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കയിലാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. 1869 ഒക്ടോബർ 2 നമ്മുടെ ഗുജറാത്തിൽ ജനിച്ചിട്ടുള്ള മഹാത്മജി സാധാരണ രീതിയിലുള്ള വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിന് ശേഷം വളരെ മെച്ചപ്പെട്ട പഠനം നടത്തുന്നതിന് വേണ്ടിയാണ് ഇംഗ്ലണ്ടിലെ സർവകലാശാലയുടെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചത്, പഠനം തുടങ്ങിയത്. ആ ഗാന്ധിജി അന്ന് ഗാന്ധിയായിരുന്നു എങ്കിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരു മഹാത്മാവായി മാറുകയാണ്. ആരും കൊതിക്കുന്ന രുചിയുടെ പെരുമ തീർത്ത് പകരം വയ്ക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. സ്വദേശത്തെയും വിദേശത്തെയും രുചിവൈവിധ്യങ്ങളുടെ പെരുമഴ തീർത്ത് ഹോട്ട് ആൻഡ് കൂൾ, വെജ് ആൻഡ് നോൺ വെജ്, ചൈനീസ് ഫുഡ് മുതലായവ AC നോൺ AC ഡൈനിങ് സൗകര്യത്തോടുകൂടി. വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി. കൂടാതെ മിനി ഓഡിറ്റോറിയം, പാർട്ടി ഹാൾ, ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ്. പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു. മൊബൈൽ നമ്പർ 9495695342. അനദർ നമ്പർ 9446775079. ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്.